ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 81ാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്യാൻ എന്ന ഓക്സിലറി വെർബ് ഉപയോഗിച്ചുള്ള പോസിറ്റീവ് വാചകങ്ങളും നെഗറ്റീവ് വാചകങ്ങളും പോസിറ്റീവ് ചോദ്യങ്ങളും നെഗറ്റീവ് ചോദ്യങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് പഠിക്കേണ്ടത്. മാത്രമല്ല, ക്യാൻ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങൾക്ക് 9 തരത്തിലുള്ള ഉത്തരങ്ങൾ പറയാനും ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ക്യാൻ എന്ന വാക്കിന് മലയാളത്തില് 9 അർത്ഥങ്ങളുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലേ? നിങ്ങൾ പറഞ്ഞിലേക്ക് നോക്കിയേ, ഇവിടെ മാഷ് 4 ഹെഡിങ്ങുകൾ എഴുതിയിട്ടുണ്ട്. 4 ഹെഡിങ് നോക്ക്. പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഈ 4 വിഭാഗത്തിൽപ്പെടുന്ന ക്യാനുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഏതാണ് എന്ന് ആദ്യം നിങ്ങളത് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പോസിറ്റീവ് വാചകങ്ങളിൽ ക്യാനിന്റെ മലയാള വാക്കുകൾ ഏതൊക്കെ, നെഗറ്റീവ് വാചകങ്ങളിൽ ക്യാനിന്റെ മലയാള വാക്കുകൾ ഏതൊക്കെ, പോസിറ്റീവ് ചോദ്യമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ക്യാൻ ഏതെല്ലാം തരത്തിൽ മലയാള വാക്കുകളായി വരുന്നു, നെഗറ്റീവ് ചോദ്യങ്ങളിലും ക്യാനിന്റെ വിവിധങ്ങളായ ആ വാക്കുകൾ ഏതൊക്കെ എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ 9 വാക്കുകളൊക്കെ എന്താണ്? പോസിറ്റീവ് വാചകത്തിലെ ക്യാനിന്റെ പകരം ഉപയോഗിക്കുന്ന മലയാള വാക്കുകളാണ്. നമുക്ക് കഴിയുന്നു എന്ന് പറയാം, കഴിയുന്നുണ്ട്, കഴിയും, പറ്റുന്നു, പറ്റുന്നുണ്ട്, പറ്റും, സാധിക്കുന്നു, സാധിക്കുന്നുണ്ട്, സാധിക്കും. ഈ 9 വാക്കുകൾക്ക് ക്യാൻ ഉപയോഗിക്കാമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയാം. ക്യാൻ ഉപയോഗിച്ചൊരു വാചകം നെഗറ്റീവിൽ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട മലയാള വാക്ക് ഏതാണെന്ന് നോക്കാം. നമുക്ക് കഴിയുന്നു, എന്താ? കഴിയുന്നില്ല. കഴിയുന്നുവോ? പോസിറ്റീവ് ക്വസ്റ്റ്യൻ. കഴിയുന്നില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ. എനിക്കൊരു പാട്ട് പാടാൻ കഴിയുന്നു, പോസിറ്റീവ് വാചകം. എനിക്കൊരു പാട്ട് പാടാൻ കഴിയുന്നില്ല, നെഗറ്റീവ് വാചകം. എനിക്കൊരു പാട്ട് പാടാൻ കഴിയുന്നുവോ? അതാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ. എനിക്കൊരു പാട്ട് പാടാൻ കഴിയുന്നില്ലേ? അതാണെന്ത്? നെഗറ്റീവ് ക്വസ്റ്റ്യൻ. കഴിയുന്നു, കഴിയുന്നില്ല, കഴിയുന്നുവോ, കഴിയുന്നില്ലേ. അപ്പൊ 4 മലയാളം മനസ്സിലായല്ലോ. ഇനി നമുക്ക് കഴിയുന്നുള്ള മറ്റു വാക്കാണ് കഴിയുന്നുണ്ട്. നമ്മൾ കഴിയുന്ന, എനിക്ക് പാട്ട് പാടാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് നെഗറ്റീവ് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ മലയാളം പറഞ്ഞത്. എനിക്ക് പാട്ട് പാടാൻ കഴിയുന്നുണ്ട്. അപ്പൊ നെഗറ്റീവ് എന്തെങ്കിലും എനിക്ക് പാട്ട് പാടാൻ കഴിയുന്നുണ്ടില്ല എന്ന് നെഗറ്റീവ് ഇല്ലല്ലോ. ആ വാക്കിൽ നെഗറ്റീവ് ഇല്ല. പിന്നെ നമുക്ക് എനിക്കൊരു പാട്ട് പാടാൻ കഴിയുന്നുണ്ടോ? എനിക്ക് അമ്മയെ സഹായിക്കാൻ കഴിയുന്നുണ്ടോ? അതുണ്ട് അല്ലെ? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി കഴിയുന്നുണ്ടില്ലേ എന്ന നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇല്ല. അപ്പൊ രണ്ടാമത്തെ വാക്കിന് നെഗറ്റീവ് വാചകവും ഇല്ല, നെഗറ്റീവ് ക്വസ്റ്റ്യനും ഇല്ല എന്നർത്ഥം. അപ്പൊ എന്താ? കഴിയുന്നുണ്ട്, കഴിയുന്നുണ്ട്, 2 വാക്കുള്ളൂ. ഇനി അടുത്ത് നോക്കുക. കഴിയും. എനിക്ക് പാട്ട് പാടാൻ കഴിയും, എനിക്ക് പാട്ട് പാടാൻ കഴിയില്ല, നെഗറ്റീവ് വാചകം. എനിക്ക് പാട്ട് പാടാൻ കഴിയുമോ? പോസിറ്റീവ് ക്വസ്റ്റ്യൻ. എനിക്ക് പാട്ട് പാടാൻ കഴിയില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത് നോക്കുക. പറ്റുന്നു. അപ്പൊ എനിക്ക് എന്താ? പറ്റുന്നില്ല. പോസിറ്റീവ് ക്വസ്റ്റ്യൻ. പറ്റുന്നുവോ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ. പറ്റുന്നില്ലേ? കേട്ടോ, അതിന്റെ കാരണം. എനിക്കൊരു പാട്ട് പാടാൻ പറ്റുന്നു, എനിക്കൊരു പാട്ട് പാടാൻ പറ്റുന്നില്ല, എനിക്കൊരു പാട്ട് പാടാൻ പറ്റുന്നുവോ, എനിക്കൊരു പാട്ട് പാടാൻ പറ്റുന്നില്ലേ. കേട്ടോ, ഇനി അടുത്തത് അതിന്റെ അടുത്ത വാക്ക് പറ്റുന്നുണ്ട്. അപ്പൊ അടുത്തത് അതിന്റെ നെഗറ്റീവ് പറ്റുന്നുണ്ടില്ല, അങ്ങനെ ഇല്ലല്ലോ, വാക്കില്ല. ഇനി പറ്റുന്നുണ്ടോ? നിനക്കൊരു പാട്ട് പാടാൻ പറ്റുന്നുണ്ടോ? നിനക്കൊരു കോഴിയെ കൊല്ലാൻ പറ്റുന്നുണ്ടോ? അല്ല, പറ്റുന്നുണ്ടില്ലേ, അങ്ങനെ വാക്കില്ല. അപ്പൊ 2 വാക്ക്. അപ്പൊ എന്താ? പറ്റുന്നുണ്ട്, പറ്റുന്നുണ്ട്. അടുത്ത നോക്കിയോ. പറ്റും, നെഗറ്റീവ്. പറ്റില്ല, പറ്റുമോ, പറ്റില്ലേ. അവന് ഒരു കഥ എഴുതാൻ പറ്റും, അവന് ഒരു കഥ എഴുതാൻ പറ്റില്ല. അവന് ഒരു കഥ എഴുതാൻ പറ്റുമോ, അവന് ഒരു കഥ എഴുതാൻ പറ്റില്ലേ. കണ്ട,
ഇനി അടുത്ത് എന്താണ്? സാധിക്കുന്നു. നെഗറ്റീവ് എന്താ? സാധിക്കുന്നില്ല. പോസിറ്റീവ് ക്വസ്റ്റ്യൻ സാധിക്കുന്നുവോ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്താ? സാധിക്കുന്നില്ലേ. എനിക്ക് അമ്മയെ സഹായിക്കാൻ സാധിക്കുന്നു. സഹായിക്കാൻ സാധിക്കുന്നില്ല. സഹായിക്കാൻ സാധിക്കുന്നുവോ? സഹായിക്കാൻ സാധിക്കുന്നില്ലേ. ഇനി അതിന്റെ അടുത്ത വാക്ക് എന്താ? സാധിക്കുന്നുണ്ട്. സാധിക്കുന്നുണ്ടില്ല. അങ്ങനെ മലയാള വാക്കില്ലല്ലോ. സാധിക്കുന്നുണ്ടോ നമുക്ക് ചോദിക്കാൻ പറ്റും അല്ലെ? സാധിക്കുന്നുണ്ടില്ലേ? അങ്ങനെ മലയാള വാക്കില്ല. അപ്പൊ അതിന് രണ്ട് വാക്കുകളൊന്നും നിർത്താം. ലാസ്റ്റ് എന്താണ്? സാധിക്കും. എനിക്ക് ഒരു ചെറുകഥ എഴുതാൻ സാധിക്കും. എനിക്കൊരു ചെറുകഥ എഴുതാൻ സാധിക്കില്ല. എനിക്ക് ഒരു ചെറുകഥ എഴുതാൻ സാധിക്കുമോ? എനിക്ക് ചെറുകഥ എഴുതാൻ സാധിക്കില്ലേ. ചുരുക്കി പറഞ്ഞാല് 4 വാചകമുള്ളതിലാണ്. ഇത് 30 തരം വാചകം പറയല്ലേ. മലയാളത്തിലാണെങ്കിൽ 9 പോസിറ്റീവ് വാചകം എന്ന് പറയാം. പിന്നെ 6 നെഗറ്റീവ് വാചകം പറയാം. 9 പോസിറ്റീവ് ചോദ്യം ചോദിക്കാം. എന്താണ്? 6 നെഗറ്റീവ് ചോദ്യം ചോദിക്കാം. അപ്പൊ എത്രയാ? 30 എന്താണ് മലയാള വാചകങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും. ഈ കഴിയുന്നുള്ള കഴിയും പറ്റും സാധിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചു. എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ, ഈ 30 മലയാള വാചകം പറഞ്ഞതിന് പകരം ഇംഗ്ലീഷിലാണെങ്കിൽ 4 വാചകം പറഞ്ഞാൽ മതി. മലയാളത്തിൽ നമ്മള് ഈ 30 വാചകം പറയുന്നതിന് പകരം ഇംഗ്ലീഷിൽ എത്ര വാചകം പറഞ്ഞാൽ മതി? 4 വാചകം. ഈ 9 തരത്തിൽ പറയുന്നതിന് പകരം ഒരു വാചകം മതി. ഈ 6 തരത്തിൽ പറയുന്നതിന് പകരം ഒരു വാചകം മതി. ഈ 9 തരത്തിൽ പറയുന്നതിന് പകരം ഒരു വാചകം മതി. ഈ 6 തരത്തിൽ പറയുന്നതിന് പകരം ഒരു വാചകം മതി. അപ്പൊ ഒരു പോസിറ്റീവ് വാചകം, ഒരു നെഗറ്റീവ് വാചകം, ഒരു പോസിറ്റീവ് ചോദ്യം, ഒരു നെഗറ്റീവ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 30 തരത്തിലുള്ള മലയാള വാചകങ്ങൾക്കുള്ള ഇംഗ്ലീഷായി. അപ്പൊ ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് സാധാരണ ക്യാനിന്റെ അർത്ഥം എല്ലാരും കേട്ടേക്കുന്നത് കഴിയുന്നു അല്ലെങ്കിൽ കഴിയുന്നല്ലേ അല്ലേ? അപ്പൊ എനിക്ക് പാട്ടുകൾ സാധിക്കുന്നു. ഇതിന് വേറെ ഇംഗ്ലീഷ് ഉണ്ടാവുമോ? അല്ല, എനിക്ക് അമ്മയെ സഹായിക്കാൻ പറ്റില്ല, ഇതിനിപ്പോ വേറെ ഇംഗ്ലീഷ് ഉണ്ടാകുമോ എന്ന് ചിന്തിക്കാണ്ടിരിക്കാനാണ് എന്ത്, ഇതിനെല്ലാത്തിനും നമ്മുടെ കഥാപാത്രം എന്താണ്? ക്യാൻ ആണ്. ഭാഷ പറയാങ്ങനെ ഇവർക്കെല്ലാം ക്യാന്റെ പോസിറ്റീവ് വാചകം, ഇവർക്കെല്ലാം ക്യാനിന്റെ നെഗറ്റീവ് വാചകം, ഇവർക്കെല്ലാം ക്യാനിന്റെ പോസിറ്റീവ് ചോദ്യം, ഇവർക്കെല്ലാം ക്യാനിന്റെ നെഗറ്റീവ് ചോദ്യം. 4 വാചക പറയേണ്ട ആവശ്യമുള്ള ഈ സകല മലയാളത്തിനും. ഓക്കെ, ഇനി നമുക്ക് ക്യാൻ ഉപയോഗിച്ചുള്ള പോസിറ്റീവ് വാചകങ്ങളും നെഗറ്റീവ് വാചകങ്ങളും പോസിറ്റീവ് ചോദ്യങ്ങളും നെഗറ്റീവ് ചോദ്യങ്ങളും അതിന് 9 തരത്തിൽ പറയേണ്ട ഉത്തരങ്ങളും എന്താണെന്ന് പഠിക്കാൻ പോവാണ്. നമ്മുടെ ക്യാൻ ഉപയോഗിക്കാനുള്ള നിയമം എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ? എല്ലാരും അത് മനഃപ്പാഠമാക്കിയിട്ടുണ്ടാകണം. എന്താണ് നിയമം? സബ്ജക്റ്റ് പ്ലസ് ക്യാൻ പ്ലസ് ഒന്നാം നമ്പർ ക്രിയ അഥവാ V1 പ്ലസ് ഒബ്ജക്റ്റ്. ഈ ക്രമത്തിന് ഇംഗ്ലീഷ് വാചകങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത് ക്യാനിന്റെ വാചകമായിരിക്കും. മാഷോട് വാചകം എഴുതിയിട്ടുണ്ട്. എന്താണ്? എന്താ? ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയും. 4 വാചകം മാഷ എഴുതും. 4 വാചകം. ഒന്ന് സബ്ജക്റ്റ്, ഏകവചനം, ഒരാള്. ബാബു ഒരാളാണല്ലോ. അത് കഴിഞ്ഞാൽ സബ്ജക്റ്റ് I വെച്ച് ഞാൻ. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് യു വെച്ച്. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് പ്ലൂരൽ. ഇങ്ങനെ 4 തരത്തിലുള്ള വാചകങ്ങളാണ് നമ്മൾ ഈസിന്റെ കാലം മുതല് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ വാചകത്തിലെ സബ്ജക്റ്റ് ഏകവചനം അഥവാ സിംഗുലർ, വാചകത്തിലെ സബ്ജക്റ്റ് I, വാചകത്തിലെ സബ്ജക്റ്റ് യു, വാചകത്തിലെ സബ്ജക്റ്റ് എന്താണ്? ബഹുവചനം അഥവാ പ്ലൂരൽ. ഇവിടുത്തെ നമ്മുടെ കഥാപാത്രമാണ് ബാബുവാണ്. സബ്ജക്റ്റ് ഒരാളാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ക്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് സബ്ജക്റ്റ് ഏകവചനമാണെങ്കിലും ബഹുവചനമാണെങ്കിലും I ആണെങ്കിലും യു ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റിന് അപ്പൊ തന്നെ എന്താണ്? ക്യാൻ എന്നുള്ള വാക്ക് പറയണം. അത് കഴിഞ്ഞ് ആ വാചകത്തിലെ ക്രിയ ഏതാണോ ആ ക്രിയയുടെ ഒന്നാം നമ്പർ പറയാനോ പറഞ്ഞല്ലേ. ഞാനൊരു എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം കാണിച്ചു. അത് കോഡിക്കണമെങ്കിലും വാചകമാക്കി മാറ്റാനുള്ള ടെക്നിക്ക് പറഞ്ഞു കഴിഞ്ഞു.
സബ്ജക്ട് ഇങ്ങനെ കോടിക്കണക്കിനാണല്ലോ മാറ്റാം, വെർബ് ഇങ്ങനെ നൂറുകണക്കിന് മാറ്റാം, അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് ഇങ്ങനെ ആവശ്യാനുസരണം മാറ്റാം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമുക്ക് പോസിറ്റീവ് വാചകം, നെഗറ്റീവ് വാചകം, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ നമ്മളൊരു വാചകം കിട്ടി എന്ത് ചെയ്യണം? മലയാള വാചകത്തെ 4 ആയി മുറിക്കണം അല്ലെ. അപ്പൊ ഇവിടെ ആരാണ് സബ്ജക്ട്? ബാബു ആണ് സബ്ജക്ട്. ബാബു എന്താ ചെയ്യുന്നത്? പ്രവൃത്തി പഠിക്കുക. ബാബു പഠിക്കാനുള്ള പ്രവൃത്തിയാണ് അല്ലെ. ബാബുവിന് പഠിക്കാൻ ഒരു വിഷയം വേണ്ടേ? ഇവിടുത്തെ വിഷയമാണ് ഹിന്ദി. അപ്പൊ സബ്ജക്ട്, ഒബ്ജക്റ്റ്, വെർബ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിനി നോവൽ എഴുതുന്നു അങ്ങനത്തെ വാചകം പറഞ്ഞേ അല്ലെ. അതിന്റെ ഒരു സബ്ജക്ട് മാറ്റിക്കണ്ട. ബാബു ഹിന്ദി. ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയും. അപ്പൊ ബാബു സബ്ജക്ട്. ബാബുവിന്റെ പ്രവൃത്തി എന്താ? പഠിക്കുക. പഠിക്കാൻ എന്ത് വേണം? ഹിന്ദി. അതാണ് ഒബ്ജക്റ്റ്. പിന്നെ വാക്കുണ്ടല്ലോ ഏതാണത്? കഴിയും. ഇംഗ്ലീഷ് വാക്ക് എന്താ? ക്യാൻ. അപ്പൊ കഴിയുന്നത് കഴിയും, കഴിയുന്നു, പറ്റും, പറ്റുന്നുണ്ടെങ്കിൽ 9 തരത്തിലുള്ള മലയാള വാക്കുകൾ വയ്ക്കാം. 9 തരത്തിൽ അറിയാലോ. പിന്നെ മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് ഇംഗ്ലീഷ് വാക്ക്. ഇംഗ്ലീഷിന് മുമ്പ് എന്ത് ചെയ്യുന്നത് അറിയാമോ? നമ്മൾ ക്രിയയുടെ കുടുംബത്തിലെ ഒന്നാമനെ കണ്ടുപിടിക്കണം. ഈ ക്രിയയുടെ ഒന്നാമനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മാഷ് ക്രിയയുടെ ആദ്യത്തെ 4 പേര് പറയും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഇംഗ്ലീഷ് സ്റ്റഡി. അതിന്റെ രണ്ടാമനാണ് സ്റ്റഡിയുടെ രണ്ടാമനാണ് STUDID സ്റ്റഡീഡ്. അതിന്റെ മൂന്നാമനോ STUDID സ്റ്റഡീഡ്. നാലാമൻ STUDIES. അല്ല, അപ്പൊ എന്തിനും 4 എഴുതുന്നത് നമുക്ക് ഈ ഒന്നാമനാണ് ആവശ്യമില്ലേ. ഒന്നാമന്റെ കൂട്ടത്തിൽ 4 പഠിപ്പിക്കുക. അതൊരു മാസ്റ്റർ ഡ്യൂട്ടിയാണ്. അപ്പൊ സ്റ്റഡി അതിന്റെ V2 studied, V3 studied. 2, 3 ഒരേപോലെ ഇരിക്കുക കേട്ടോ. V5 ഉണ്ടാക്കുക സ്റ്റഡീസ്. അപ്പൊ V5 സ്റ്റഡി. V6 to study. അപ്പൊ എന്തിനാണ് ഇത് 4 ആണെങ്കിലും പറയണം ചോദിച്ചു കഴിഞ്ഞാല് ക്യാനും കുഡും കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇംഗ്ലീഷ് ഭാഷ മഹാപൂന്തോട്ടത്തിൽ പ്രവേശിക്കാൻ പോലെ ടെൻസ് അവിടെ ഇതൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് മാഷോട് പറ്റാവുന്ന പോലെ മാഷ ക്രിയകളൊക്കെ 1 2 3 4 പറഞ്ഞെന്താണ് നിങ്ങളുടെ മനസ്സിൽ കയറ്റാൻ നടത്തും. നിങ്ങൾക്ക് 200 മുകളിൽ വെർബുകൾ 1 2 3 പഠിക്കാൻ 1 2 3 4 പഠിക്കാൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മാഷ് ഏത് ക്രിയ പറഞ്ഞാലും അപ്പൊ എന്ത് 1 2 3 4 പറയാം. അങ്ങനെയെങ്കിലും എന്താണ് കുറെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് കയറ്റി വെക്കുക എന്നുള്ളതാണ് മാഷ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇംഗ്ലീഷ് ആക്കാൻ പോണ എന്താണ്? ആദ്യ സബ്ജക്റ്റ് വരാം. ബാബു. രണ്ടാമത് ക്യാൻ. ബാബു ക്യാൻ. അടുത്ത വാക്ക് എന്താ? ഒന്നാം നമ്പർ സ്റ്റഡി. STUDI സ്റ്റഡി. പിന്നെ എന്താ? ഒബ്ജക്റ്റ് എന്താ? ഹിന്ദി. ബാബു ക്യാൻ സ്റ്റഡി ഹിന്ദി. ബാബു ക്യാൻ സ്റ്റഡി മലയാളം. ബാബു ക്യാൻ സ്റ്റഡി തമിഴ്. ബാബു ക്യാൻ സ്റ്റഡി ഫിസിക്സ്. ബാബു ക്യാൻ സ്റ്റഡി നോൺ ഡീറ്റെയിൽ. ബാബു ക്യാൻ സ്റ്റഡി സാൻസ്ക്രിറ്റ്. ബാബു ക്യാൻ സ്റ്റഡി ബയോളജി. ബാബുവിനോട് പഠിപ്പിക്കാൻ സകല വിഷയങ്ങൾ പഠിപ്പിക്കാം. ബാബു മാത്രമുള്ളത്? സിന്ധു ക്യാൻ സ്റ്റഡി ഹിന്ദി. മിനി ക്യാൻ സ്റ്റഡി ഹിന്ദി. അരവിന്ദ് ക്യാൻ സ്റ്റഡി ഹിന്ദി. രാജപ്പൻ ക്യാൻ സ്റ്റഡി ഹിന്ദി. മോഹനൻ ക്യാൻ സ്റ്റഡി ഹിന്ദി. രാഘവൻ ക്യാൻ സ്റ്റഡി ഹിന്ദി. മെസ്സി ക്യാൻ സ്റ്റഡി ഹിന്ദി. സച്ചിൻ ക്യാൻ സ്റ്റഡി ഹിന്ദി. എന്താ കോടിക്കണക്കിന് ആളുകൾ പേരോട് മാറി മാറി വയ്ക്കും. ഇവരൊക്കെ നമ്മൾ ഹിന്ദി പഠിപ്പിക്കും. ഇനി ഹിന്ദി പഠിച്ചാൽ നടത്തിയപ്പോ എന്ത് ചെയ്യാം? ഈ സ്റ്റഡി മാറ്റിയിട്ട് റീഡ് ക്രിയയുടെ അല്ലേ? റീഡ് ഫസ്റ്റ് ബാബു ക്യാൻ റീഡ് ഹിന്ദി. ബാബു ക്യാൻ റീഡ് മലയാളം. ബാബു ക്യാൻ റീഡ് ഫിസിക്സ്. ബാബു ക്യാൻ റീഡ് കെമിസ്ട്രി. ബാബു ക്യാൻ റീഡ് എ നോവൽ. ബാബു ക്യാൻ റീഡ് എ ന്യൂസ് പേപ്പർ. ബാബു ക്യാൻ റീഡ് പോയം. കണ്ടാ ഇങ്ങനെ പറ്റുന്നല്ല കഴിഞ്ഞ ക്ലാസ്സിൽ മാഷ് പറഞ്ഞേ. അപ്പൊ ആ വൈവിധ്യങ്ങളായ വാചകങ്ങൾ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. മാഷ് 4 പറയുള്ളൂ. സബ്ജക്ട് സിംഗുലർ വെച്ചും പ്ലൂറൽ വെച്ചും ഐ വെച്ച് കേട്ടോ. പക്ഷെ കോടിക്കണക്കിന് ഇംഗ്ലീഷ് വാചകങ്ങൾ പറയാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ കോടിക്കണക്കിന് പറയാൻ പറ്റില്ലല്ലോ. നമുക്കിപ്പോ അത്യാവശ്യം പറയണം. എന്താണ് പറഞ്ഞ് എന്ത് ചെയ്യണം? നമ്മുടെ നാവിന്റെ കെട്ട് എന്ത് ചെയ്യണം? അഴിയണം. ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന് ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാണ്. പുള്ളി നമ്മുടെ 33 എപ്പിസോഡ് കണ്ടിട്ടുള്ളൂ. അതായത് വിൽബി വരെ. ഇത് പുള്ളി പറയാനേ പുള്ളി ഒരുപാട് യൂട്യൂബ് ക്ലാസ്സുകൾ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. അവസാനം ഈ ക്ലാസ്സിൽ എത്തി നടന്നത്. ഇനി
ഈ ഒരു ക്ലാസ് കേൾക്കുന്നവർക്ക് ഒരിക്കലും വേറെ ക്ലാസ് അന്വേഷിച്ച് പോകണമെന്ന് അദ്ദേഹം വളരെ സന്തോഷത്തോടെ എന്നോട് പറയുന്നുണ്ട്. കേട്ടാ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും പോകും. നിങ്ങൾ പല സ്ഥലത്ത് അന്വേഷിച്ചിട്ട് മടുത്ത് എത്തിയതായിരിക്കും നമ്മുടെ ഈ ക്ലാസ്. അപ്പൊ ഇതൊരിക്കലും കാണാപ്പുറം പഠിക്കലല്ല എന്ന ചേട്ടനോട് അസന്ധിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. ഇതൊക്കെ മനസ്സിലാക്കിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറന്നു പോകില്ല എന്നുള്ള കാര്യം എന്താണ് പുള്ളി വളരെ ആത്മാർത്ഥമായിട്ട് ആത്മവിശ്വാസമായിട്ട് പറയണ്ടായിരുന്നത്. ഞാൻ ആ പേരൊന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാല് നിങ്ങൾക്ക് വല്ല കമന്റ്സ് ഒക്കെ പറയണമെങ്കിൽ മാറ്റി പേരൊക്കെ വിളിച്ച് പറയുന്നു നിങ്ങൾ പറയില്ലല്ലോ. കമന്റ് പറയാൻ മടിക്കും. അതുകൊണ്ടാണ് പേര് പറയാത്തത്. ഓക്കെ. ആള് കോട്ടയം ജില്ലക്കാരാണ്. 61 വയസ്സുണ്ട്. അതുപോലെ തന്നെ എന്താണ് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ചേട്ടനാണ്. ഓക്കെ. ഇനി നമ്മൾ ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം കേട്ടാ. എന്താണ് നമുക്കിന്റെ കഥ? നെഗറ്റീവ്. അപ്പൊ നോക്ക് കേട്ടാ. ഞാൻ ഏകദേശം ഇത്രയും സ്ഥലം വരെയാണ് ബോർഡിന്റെ ഏരിയ ഉള്ളത്. ഈ വരച്ചിട്ടാണ് മോശം. അതായത് കാലത്ത് എഴുതി കഴിഞ്ഞാൽ എന്താണ് കാണില്ല. ഓക്കെ. അതിനുള്ള ഒരു പരിമിതമായ സൗകര്യം മാനസിക റൂമിലുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ എന്തോ നിൽക്കണം. പോസിറ്റീവ് വാചകം, അതിന്റെ ഇംഗ്ലീഷ് മലയാളം നെഗറ്റീവ് വാചകം, ഇങ്ങനെ 4 വാചകം, പിന്നെ 9 ഉത്തരം. അപ്പൊ ഇത്രയും സ്ഥലം കഴിയണം. അതുകൊണ്ട് മാർക്സ് വളരെ അടുപ്പിച്ചാണ് എഴുതണം കേട്ടാ. ഓക്കെ. അടുത്തത് 2. പിന്നെ മുഴുവൻ എഴുതില്ലാന്ന് അറിയാലോ. എന്താണ്? ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ല തുടങ്ങി നമ്മളെല്ലാ നെഗറ്റീവ് കഴിയില്ല എന്നുള്ള വാക്കുകൾക്കൊക്കെ ഇതിന്റെ പേര്. അപ്പൊ നെഗറ്റീവ് വാക്കുകൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മളെന്ത് പഠിച്ചേക്കണം? ഓർമ്മയാണ്. നമ്മള് വയനാട്ടുകാരല്ല, നമ്മള് നിയമം വെച്ച് പഠിക്കുന്നവരാണ്. മാഷ് പഠിപ്പിച്ച ഓർമ്മയുണ്ട? ഒരു പോസിറ്റീവ് വാചകത്തിലെ സഹായക്രിയ കഴിഞ്ഞ് നോട്ട് എന്നെഴുതിയാൽ വാചക നെഗറ്റീവ്. നമ്മളെ നിയമമാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. നെഗറ്റീവ് ആകുന്ന നിയമം എന്താ? ഒരു പോസിറ്റീവ് പറയാം. ഒരു പോസിറ്റീവ് വാചകത്തിലെ സഹായക്രിയ കഴിഞ്ഞ ഉടനെ നോട്ട് എന്നെഴുതിയാൽ വാചകം നെഗറ്റീവ് ആകും. ഒടാനൂടി നെഗറ്റീവ് വാചകം കിട്ടാൻ ഈ ഒറ്റ സൂത്രമാണ്. അപ്പൊ എന്താ വാചക സഹായക്രിയക്കാരൻ? അപ്പൊ എന്താ നോക്കാട്ടാ. ബാബു ക്യാൻ പ്ലസ് നോട്ട് കണ്ടാ. cannot can പ്ലസ് നോട്ട് ചേർത്ത്. നോട്ട് നമ്മൾ പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും പിന്നെ ആവർത്തിച്ച് നോട്ട്. ഇനി ബാക്കി എന്താ? സ്റ്റഡി ഹിന്ദി. ബാബു ക്യാൻ സ്റ്റഡി ഹിന്ദി. ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയും. ബാബു cannot സ്റ്റഡി ഹിന്ദി. ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ല. രാജു cannot play football. മോഹൻ cannot paint a picture. Sindhu cannot draw a circle. Vivek cannot play chess. Raju cannot love his mummy. Babu cannot kill a snake. Babu cannot study Malayalam. Babu cannot read a newspaper. Babu cannot love his parents. Babu cannot paint a picture. Babu cannot visit America. Babu cannot go to Palakkad. Babu cannot sing a song. Babu cannot sleep at night. Babu രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. Babu cannot eat mango. Babu cannot drink milk. Babu cannot drive a Benzigar. Babu cannot see a picture. Babu cannot tear a paper. Paper കീറാൻ കഴിയുന്നില്ല. ബാബു cannot think well. ബാബു നന്നായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല. കണ്ടാ. അപ്പൊ നമ്മള് ഇതൊന്നും കാണാപ്പാടല്ലോ. ഏത് വാചകമാണ് പോസിറ്റീവ് പറയാൻ കിട്ടുന്നത് അതിനൊക്കെ ക്യാൻ കഴിഞ്ഞ് നോട്ട് വയ്ക്കും. എന്താ സുഹൃത്തുക്കളെ, ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പ്രത്യേക ഫ്രെയിമിലാണ് ഈ ക്ലാസ് പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമുക്ക് എളുപ്പം മനസ്സിലായല്ലോ. നെഗറ്റീവ് പണ്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ടെൻസ് എടുക്കുമ്പോഴൊക്കെ അതിനാണ് നിയമം. എന്താ ഇങ്ങനെയാണ് അടുത്തേക്ക്. എന്താ 3 എന്താ? ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ല. എന്താ? കഴിയുമോ? കണ്ട. ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയുമോ? അവന് അമ്മയെ സഹായിക്കാൻ പറ്റുമോ? അവന് ഹിന്ദി എഴുതാൻ സാധിക്കുമോ? കണ്ട. അതിനൊക്കെ ഇതിനാണ് ഇംഗ്ലീഷ് വരാൻ പോണ. അപ്പൊ നമുക്ക് അങ്ങനെ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആരാണ്? പോസിറ്റീവ് ചോദ്യമാണ്. നമ്മൾ പോസിറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി ഈസ് പഠിച്ച കാലത്ത് പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചാൽ ഓർമ്മയുണ്ടാവും. ഒരു പോസിറ്റീവ് വാചകത്തിലെ
സഹായക്രിയ എടുത്ത് വാചകത്തിന്റെ ആരംഭത്തിൽ എഴുതി പിന്നെ വാചകത്തിലെ മറ്റു ഭാഗങ്ങളെല്ലാം എഴുതി അവസാനം ചോദിച്ചിഹ്നം ഇടുക. ഈസാറാമിന്റെ കാലത്തും വാസുകാരന്റെ കാലത്തും കാസുകാവ് ഹാഡിന്റെ കാലത്തും ദേറിസാറ തുടങ്ങിയ സകല വാചകങ്ങളുടെ കാലത്തും നമ്മുടെ നിയമം തന്നെയായിരുന്നു. എന്താ നിയമം പറഞ്ഞേ? എല്ലാരും പറഞ്ഞേ, ഒരു പോസിറ്റീവ് വാചകത്തിലെ സഹായക്രിയ എടുത്ത് വാചകത്തിന്റെ ആരംഭത്തിൽ എഴുതി. കണ്ടാ, അപ്പൊ ഏത് സഹായക്രിയ? പോസിറ്റീവ് വാചകം. ഇത് പോസിറ്റീവ് വാചകം നെഗറ്റീവ് വാചകമാണ്. പോസിറ്റീവ് വാചകത്തില് സഹായിക്രിയ എടുത്ത് എന്ത് ചെയ്യണം? ഈ ക്യാൻ എടുത്ത് വാചകത്തിന് ഫ്രണ്ട് കൊണ്ട് വയ്ക്കുക. എന്നിട്ട് ബാക്കിയെല്ലാം എഴുതിയിട്ട് എന്താണ് ചോദിച്ചിട്ടുണ്ട്. ഇതല്ലേ നമ്മൾ അന്ന് ചെയ്തത്, അതിന് ഇനി ചെയ്യാൻ പോണത്, അതാണ് ഈ ഭാവിയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കിയെല്ലാരും ഈ ക്യാൻ ഇത് പോസിറ്റീവ് വാചകത്തിന് നെഗറ്റീവ് വാചകം. പോസിറ്റീവ് വാചകത്തിന് ക്രിയ എടുക്കുക. അപ്പൊ എന്താ? ക്യാൻ ഫ്രണ്ട് ചോദിച്ചു. പിന്നെ അങ്ങോട്ട് കണ്ട ക്യാൻ ബാബു സ്റ്റഡി ഹിന്ദി. ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ക്യാൻ ബാബു സ്റ്റഡി ഹിന്ദി? ക്യാൻ അരവിന്ദ് പ്ലേ ഫുട്ബോൾ? ക്യാൻ സ്മിത റൈറ്റ് എ നോവൽ? ക്യാൻ മാലതി സിംഗ് എ സോങ്? ക്യാൻ വിനോദ് കിൽ എ സ്നേക്ക്? ക്യാൻ ബാബു ക്യാച്ച് ബേർഡ്സ്? ബാബുവിന് കിളികളെ പിടിക്കാൻ കഴിയുമോ? കണ്ടോ, എന്ത് വേണം ചോദിക്കാം. ഇതൊന്നും കാണപ്പെടുന്ന ആവശ്യമില്ല. സഹായികൾ എന്ത് ചെയ്യാം? നേരെ ഫ്രണ്ട് കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ അർത്ഥം എന്താണ്? നാലാമത്തെ, ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയും കഴിയില്ല? കഴിയുമ്പോ അപ്പൊ എന്ത് വരും? കഴിയില്ലേ? ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ലേ? അവന് തൃശ്ശൂർ പോകാൻ കഴിയില്ലേ? നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ലേ? ഇങ്ങനെ നമ്മൾ ചോദിക്കാറില്ലേ? എടാ, നിനക്ക് യുവജനത്തിൽ പാട്ട് പാടാൻ കഴിയില്ലേ? നിനക്ക് നിന്റെ അമ്മയെ എന്താണ് സംരക്ഷിക്കാൻ കഴിയില്ലേ? നീ എന്തിനാണ് അവർ അനാഥത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? കഴിയില്ലേ? ഇങ്ങനെ നമ്മൾ ചോദിക്കില്ലേ? അങ്ങനെ ചോദിക്കുന്നതാണ് എന്ത്? നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. പണ്ട് എന്ന് പറഞ്ഞ ഏത് കാലത്ത്? ഈസ് പഠിച്ച കാലത്ത്. എങ്ങനെയാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? നിയമം എന്താ? നമ്മളന്ന് പറഞ്ഞില്ലേ, വാഴയിൽ നിന്ന് വാഴക്കൊല, പൂച്ചയിൽ പൂച്ചക്കുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ പോസിറ്റീവ് വാചകത്തിൽ നിന്ന് പോസിറ്റീവ് ചോദ്യം ഉണ്ടാക്കുകയാണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കും നെഗറ്റീവ് വാചകത്തിൽ നിന്ന്. പക്ഷെ പഴയതൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നെഗറ്റീവ് വാചകത്തിൽ നിന്ന് വേണം നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അത് എങ്ങനെ ഉണ്ടാക്കുക? നമ്മുടെ നിയമം എന്താണ്? ഒരു നെഗറ്റീവ് വാചകത്തിൽ, ഇത് നെഗറ്റീവ് ഉണ്ടാകും, പോസിറ്റീവ് വാചകത്തിൽ നെഗറ്റീവ് വാചകം ഉണ്ടാകും. ഒരു നെഗറ്റീവ് വാചകത്തില് ഈ സഹായക്രിയ നോട്ടില്ലേ, ക്യാൻ നോട്ടും സഹായക്രിയ നോട്ടും എടുത്ത് വാചകത്തിന്റെ ആരംഭത്തിൽ എഴുതുക. എന്നിട്ട് ഈ മറ്റു ഭാഗങ്ങൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചിട്ട് കഴിഞ്ഞാൽ ചോദ്യം റെഡി. എന്ത് ചോദ്യം? നെഗറ്റീവ് ക്വസ്റ്റ്യൻ റെഡി. അപ്പൊ എന്താ നിയമം? നിയമം എന്ന് പറഞ്ഞ് ഒരു നെഗറ്റീവ് വാചകത്തില് കണ്ട, നെഗറ്റീവ് വാചകമാണ്, ഇതാണ് നെഗറ്റീവ് വാചകം. ഇതിലെ സഹായക്രിയ നോട്ട്, ക്യാൻ നോട്ടിൽ ഇത് രണ്ടിടത്തും എന്ത് ചെയ്യുക? ഫ്രണ്ടിൽ വെക്കുക. ഇവിടെ നമ്മൾ ക്യാൻ വെച്ചപ്പോൾ പോസിറ്റീവ് ഉണ്ടായി, അതിനോട് എന്ത് ചെയ്യുക? ക്യാൻ നോട്ട് വെച്ച് എന്തുണ്ടായി? നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം ഈസ് മുതൽ പഠിച്ചത്. ഈസ് നോട്ട്, ആർ നോട്ട്, ആം നോട്ട്, വാസ് നോട്ട്. അപ്പൊ എങ്ങനെ ചോദ്യം ഉണ്ടാക്കുക? ഈ ക്യാൻ നോട്ട് മുന്നോട്ടേക്ക്. അപ്പൊ എന്താ? ക്യാൻ നോട്ട്. ഇത് ക്യാൻഡ് എന്നൊക്കെ എഴുതാം. ക്യാൻഡ് നമ്മള് തുടക്കത്തില് ക്ലാസ്സിൽ ഓക്സിലറി വെർബ് നോട്ടും ചേർക്കാൻ പഠിക്കില്ലേ? ക്യാൻ, ഈസിന്റെ, ആറിന്റെ, ആമിന്റെ, വാസിന്റെ, ആറിന്റെ, ആസിന്റെ, ആവിന്റെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടില്ലേ? ഇല്ലേ? അപ്പൊ അതെന്താണ്? അപ്പൊ എന്താണ്? ആമിന്ന് പറയാൻ പാടില്ല, ആം നോട്ട്. ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ അതിന്റെ ചുരുങ്ങിയ രൂപങ്ങളുണ്ട്. ഭാഷ എപ്പോഴും ചുരുങ്ങിയിലേക്ക് കിടക്കുന്നില്ല. കാരണം എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി മനസ്സിലാകുന്ന പോലെ പഠിപ്പിക്കാൻ നോക്കും. ഇപ്പൊ ക്യാൻഡ് ക്യാൻഡ് എന്ന് പറഞ്ഞ് ഒക്കെ പഠിക്കേണ്ടവര് നിങ്ങൾക്ക് ഫ്ലുവൻസി കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്യാനോട്ടിന് ക്യാൻഡിനാക്കി പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ. ഭാഷ പൊതുവെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ശരിക്കുള്ള രൂപത്തിലാണ് പറയുക. അപ്പൊ ഈ ക്യാനോട്ട് ഇത് മുന്നോട്ട് വെച്ചു. ഇനി വായിക്കണ്ട. ക്യാനോട്ട് ഇങ്ങോട്ട് വെച്ചു, അങ്ങോട്ട് എഴുതിയപ്പോ എന്ത്? ക്യാനോട്ട് ബാബു. അപ്പൊ ക്യാനോട്ട് ഇങ്ങോട്ട് കിടന്ന് ഈ ബാബു അങ്ങോട്ട്. ക്യാനോട്ട് ബാബു സ്റ്റഡി എന്താ? ഹിന്ദി. അപ്പൊ ബാബു ക്യാൻ സ്റ്റഡി ഹിന്ദി. ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയും. ബാബു കനോട്ട് സ്റ്റഡി ഹിന്ദി. ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ല. ക്യാൻ ബാബു സ്റ്റഡി ഹിന്ദി. ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയുമോ?
cannot ബാബു സ്റ്റഡി ഹിന്ദി, ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ലേ. അപ്പൊ ബാബുവും ഹിന്ദിയും സ്റ്റഡിയും വെച്ചാൽ 4 വാചകം. ബാബു ഹിന്ദിയും സ്റ്റഡിയും വെച്ച എത്ര വാചകമായി? 4 കിടക്കുന്നത്. ഇനി ബാബുവിന്റെ സ്ഥാനത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാരെ പേരുകൾ മാറ്റും. പിന്നെന്താണ്, സ്റ്റഡി എന്നതിന് പകരം 100 കണക്കിന് ക്രിയകൾ മാറ്റുക. അതിനനുസരിച്ചുള്ള ഒബ്ജക്റ്റ് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കോടിക്കണക്കിന് വാചകം എത്രയാണോ അതിപ്പോ 4 ഇരട്ടിയായില്ലേ. എത്ര കോടി വാചകം ഉണ്ടാക്കില്ല, എന്റെ 4 ഇരട്ടിയായി. ഇത് നെഗറ്റീവ് പഠിക്കുമ്പോഴും പോസിറ്റീവ് വശം പഠിക്കുമ്പോഴും നെഗറ്റീവ് വശം പഠിക്കുമ്പോഴും. കണ്ടോ? അപ്പൊ കപ്പാസിറ്റി എന്താണ്? അപ്പൊ ക്യാൻ മഹാമാന്ത്രിക എന്ന് മനസ്സിലായില്ലേ? ക്യാൻ നിസ്സാര പുള്ളിയല്ല. ഈ ക്യാനെ വെച്ചിട്ടാണ് എന്ത് ഓരോരുത്തരും എന്താണ് ഒരു 5-6 വാചകം പറഞ്ഞിട്ട് അത് കാണപ്പെടും പഠിപ്പിച്ചിട്ട് എന്താണ് ക്യാൻ കഴിയുന്നത് പറയുന്നത്. ഈ ക്യാൻ അനന്ത സാധ്യത കണ്ടെത്തി നിങ്ങളും അവതരിപ്പിക്കുന്നതാണ് തൃശ്ശൂരിലെ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെയാണെങ്കിൽ ടെൻഷൻ എത്തുമ്പോ എന്താ മറിമായം എന്നുള്ള കാര്യം കത്തിരുന്ന് കാണുക കേട്ടോ. ഇനി നമുക്ക് ഉത്തരങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് 9 ഉത്തരങ്ങൾ പറയാൻ പറ്റും. അപ്പൊ ഉത്തരങ്ങൾക്ക് ഭാഷ എന്താണ്? ആൻസേഴ്സ്. എന്താണ്? ഉത്തരങ്ങൾ. ഇവിടെ സുഹൃത്തുക്കളെ 2 ചോദ്യം ഉണ്ട് അല്ലേ? 2 ചോദ്യം എന്താണ്? ഒന്ന് ഈ പോസിറ്റീവ് ക്വസ്റ്റ്യൻ. എന്താ? ക്യാൻ ബാബു സ്റ്റഡി ഹിന്ദി? ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? cannot ബാബു സ്റ്റഡി ഹിന്ദി? ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ലേ? ഈ 2 ചോദ്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള മറുപടി എന്താണെന്ന് അറിയാമോ? 9 തരത്തിൽ മറുപടി പറയാം. അപ്പൊ എന്റെ വീടിന്റെ അടുത്ത് ബാബു എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പൊ അവന് ഹിന്ദി പഠിക്കാൻ കഴിയുമില്ലേ എന്ന് അറിയാൻ എനിക്കൊരാഗ്രഹം. ഞാൻ എന്ത് ചെയ്തു? രാവിലെ തന്നെ ബാബുവിന്റെ വീട്ടിൽ പോയിട്ട് കോളിംഗ് ബെൽ അടിച്ചു. അപ്പൊ അവന്റെ അമ്മ ഇറങ്ങി വന്നു. അമ്മ വന്ന വഴിക്ക് എന്താണ് ഞാൻ ചോദ്യം തൊടുത്തു. എന്താണ് തൊടുത്തത്? അമ്മച്ചേ, ക്യാൻ ബാബു സ്റ്റഡി ഹിന്ദി? ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയുമോ? അതിന്റെ അടുത്ത് ചോദിക്കാം, കനോട്ട് ബാബു സ്റ്റഡി ഹിന്ദി? ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ലേ എന്ന് അമ്മയോട് ചോദിച്ചാൽ അമ്മ എന്ത് പറയും? കഴിയുമെങ്കിൽ യെസ് എന്ന് പറയില്ലേ? അവിടെ ഒന്നാമത്തെ ഉത്തരം എന്താണ്? യെസ് എന്നാണ്. അതെ, കഴിയും. 2 എന്താണ്? യെസ് എഴുതിയിട്ട് നിങ്ങൾക്കറിയാലേ നമ്മൾ ആ ഉത്തരങ്ങൾ ഉണ്ടാക്കുക, നമ്മുടെ പോസിറ്റീവ് വാചകങ്ങൾ മുറിക്കുക അല്ലെ? അപ്പൊ എന്താ? യെസ് എഴുതിയിട്ട് പോസിറ്റീവ് വാചകത്തില് സബ്ജക്റ്റ് ക്യാൻ വരിക. അപ്പൊ എന്താ? യെസ് എന്താണ്? ബാബു ക്യാൻ. ഇനി അടുത്തത് മൂന്നാമത്തെ യെസ് എഴുതിയിട്ട് സബ്ജക്റ്റ് ക്യാൻ വെർബ് വരും. അപ്പൊ എന്ത് വരും? യെസ് എന്താണ്? ബാബു ക്യാൻ സ്റ്റഡി വരെ. ഇനി നാലാമത്തെ എന്താണ്? യെസ് എഴുതിട്ട് ഇത് മുഴുവനാണ്. അപ്പൊ എന്താണ്? യെസ് ബാബു ക്യാൻ സ്റ്റഡി ഹിന്ദി. എങ്ങനെ 4 പോസിറ്റീവ് ഉത്തരം പറയാൻ പറ്റും? എങ്ങനെ ഉണ്ടാക്കിയത് മനസ്സിലായല്ലോ? ആദ്യത്തെ ഉത്തരം നമ്മൾ തന്നെ പറയാം യെസ്. രണ്ടാമത്തെ യെസ് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് വാചകത്തിലെ സബ്ജക്റ്റ് ക്യാനും പറയും. ഇത് രണ്ടും പറയാം. ബാബു ക്യാൻ. മൂന്നാമത്തെയാണ് യെസ് പറഞ്ഞിട്ട് സബ്ജക്റ്റ് ക്യാനും വെർബും പറയാം. കണ്ട? ബാബു ക്യാൻ സ്റ്റഡി. നാലാമത്തെ എന്താണ്? അത് മുഴുവൻ പറയും. കണ്ട? ഇനി ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കും. അപ്പൊ അവന് അമ്മ എന്ത് പറയാം? ഇല്ല, കഴിയില്ല എന്ന് പറയൂല്ലേ? അതിനാണ് ഇംഗ്ലീഷ് വാക്കണം എന്ത്? അപ്പൊ 5ാമത്തെ ഉത്തരം എന്ത്? നോ, കഴിയില്ല, കഴിയില്ല. 6 എന്താണ്? നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 2ാമത്തെ വാചകല്ലേ നെഗറ്റീവ് വാചകം, അതിലെ മുറിച്ചെഴുതാം. അപ്പൊ എന്താ? നോ 2ാമത്തെ വാചകം മുറിച്ചെഴുതാ ബാബു cannot. ഇവിടെ ബാബു ക്യാൻ വരെ, ഇവിടെ ബാബു cannot വരെ. ഇനി 7ാമത്തെ ഉത്തരം എന്ത്? 7ാമത്തെ ഉത്തരം നോ എന്ന് എഴുതിയിട്ട് ഈ നെഗറ്റീവ് വാചകത്തിലെ സബ്ജക്റ്റും ക്രിയയും നോട്ടും വെർബും വരെ പറയും. അപ്പൊ എന്താ? ബാബു cannot study. ഇവിടെ നമ്മൾ സ്റ്റഡി വരെ എഴുതി ക്യാൻ സ്റ്റഡി. ഇവിടെയോ cannot study. കണ്ട? മനസ്സിലാവുണ്ടല്ലോ അല്ലെ? ഇനി 8ാമത്തെ ഉത്തരം എന്താ? നോ എന്ന് എഴുതിയിട്ട് ഈ നെഗറ്റീവ് വാചകം മുഴുവനുണ്ട്. അപ്പൊ എന്താ നെഗറ്റീവ് എന്ന് പറഞ്ഞ്? ബാബു. കണ്ട? ബാബു. പിന്നെ അടുത്ത് cannot. പിന്നെന്താ? സ്റ്റഡി. പിന്നെന്താ?
ആൻഡ് ഹിന്ദി. അപ്പൊ 4 പോസിറ്റീവ് ഉത്തരം, 4 നെഗറ്റീവ് ഉത്തരം. നോ ബാബു cannot study ഹിന്ദി. അപ്പൊ നെഗറ്റീവ് നോ, ഇല്ല, കഴിയില്ല. നോ ബാബു cannot, ബാബുവിനൊന്നും കഴിയില്ല. നോ ബാബു cannot study, ബാബുവിനൊന്നും പഠിക്കാൻ കഴിയില്ല. നോ ബാബു cannot study ഹിന്ദി, ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ല എന്ന്. അപ്പൊ ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ലെങ്കിൽ 4 വാചകവും, ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയുമെങ്കിൽ 4 വാചകവും എന്താണ് പറയാൻ പറ്റും. ഇതൊന്നും കൂടാതെ ഒരു സൂപ്പർ കിടുകാഴ്ച ഉത്തരം ഉണ്ട്. അതാണ് എന്ത്? 9ാമത്തെ ഉത്തരം. 9ാമത്തെ ഉത്തരം എന്താ? നോ എന്ന് പറഞ്ഞിട്ട് ഈ ഫസ്റ്റ് വാചകം നമ്മൾ പണ്ടേ പഠിച്ചിട്ടില്ല, ഈ ഒക്കെ എടുത്ത് പഠിച്ചിട്ടാണ്, അത് വീണ്ടും പക്ഷെ ഓർമ്മപ്പെടുത്താനാണ്. ഈ ഫസ്റ്റ് വാചകം എന്താണ്? ആണ് പറഞ്ഞത് എന്താ? ബാബു ക്യാൻ എന്താണ് സ്റ്റഡി. ബാബു ക്യാൻ സ്റ്റഡി. ഹിന്ദിക്ക് വരെ എന്ത് ചെയ്യാം? വേറെ ഹിന്ദിക്ക് വരെ എന്താണ്? ഇംഗ്ലീഷിന് ഇല്ലില്ല. ബാബു ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ്. ബാബുന് ഇംഗ്ലീഷ് പഠിക്കാനാണ് കഴിയുക, ഹിന്ദി ഒന്നും കഴിയില്ല. അപ്പൊ അങ്ങനെ മാറ്റി പറയാലോ. അപ്പോൾ നോക്കുക, ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് മാഷ് പറഞ്ഞിട്ട് വേണം പ്രാക്ടീസ് ആരംഭിക്കാൻ. അപ്പോൾ നോക്കുക, ഞാൻ ബാബുവിനെ അമ്മോട് ചെന്ന് ചോദിച്ചു, ക്യാൻ ബാബു സ്റ്റഡി ഹിന്ദി? ബാബുന് ഹിന്ദി പഠിക്കാൻ കഴിയും? നമ്മൾ യെസ് കഴിയും. യെസ് ബാബു ക്യാൻ. ബാബുന് കഴിയും. എന്നിട്ടാ ഹിന്ദി പഠിക്കാൻ യെസ് ബാബു ക്യാൻ സ്റ്റഡി. ബാബുന് പഠിക്കാൻ കഴിയും. എന്നിട്ടാ ഹിന്ദി യെസ് ബാബു ക്യാൻ സ്റ്റഡി ഹിന്ദി. ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയും. ഇല്ലെങ്കിലോ നോ കഴിയില്ല. നോ ബാബു ക്യാനോടെ, ബാബുവിന് കഴിയില്ല പിന്നെ ഹിന്ദി പഠിക്കാൻ. ആള് സ്കൂളിൽ പോയിട്ടില്ല, പിന്നെ ഹിന്ദി പഠിക്കുന്നത്. നോ ബാബു ക്യാനോട്ട് സ്റ്റഡി. ഇല്ല, ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ല. അല്ല, ബാബുവിന് പഠിക്കാൻ കഴിയില്ല എന്ത്? ഹിന്ദി. നോ ബാബു ക്യാനോട്ട് സ്റ്റഡി ഹിന്ദി. ഇല്ല, ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ല. എങ്കിൽ പിന്നെ കഴിയുന്നത് എന്താണ് കഴിയുക? നോ ബാബു ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ്. ഇല്ല, ബാബുവിന് ഇംഗ്ലീഷ് പഠിക്കാനാണ് കഴിയുക, ഹിന്ദി പഠിക്കാൻ കഴിയില്ല. പ്രിയ സുഹൃത്തുക്കൾ, നമുക്ക് വേണേ എന്താണ് ഈ സ്റ്റഡിക്ക് വേറെ റീഡൊക്കെ വേറെ മറുപടി വരുമ്പോഴേ ഞാൻ എന്താ ചോദിച്ചത്? ക്യാൻ ബാബു സ്റ്റഡി ഹിന്ദി? ഉടനെ മോനെ നോ 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 നോ, ബാബു ക്യാൻ റീഡ് ഇംഗ്ലീഷ്. അപ്പൊ ഈ ഒബ്ജക്റ്റ് മാറ്റി പറയാം, വെർബ് മാറ്റി പറയാം, പിന്നെ സബ്ജക്റ്റ് മാറ്റി പറയാൻ വേണ്ടി നമുക്ക് ആ വീട് ബാബുന്നും സുരേഷും 2 കുട്ടികൾ. ഞാൻ എന്നിട്ട് ചോദിക്കുകയാണ്, ക്യാൻ ബാബു സ്റ്റഡി ഹിന്ദി? അപ്പൊ അമ്മോനാണ് നോ നോ നോ, സുരേഷ് ക്യാൻ സ്റ്റഡി ഹിന്ദി. ബാബുവിന് പറ്റില്ല, സുരേഷിന് പറ്റും. കണ്ട, സുരേഷിനാണ് ഹിന്ദി പഠിക്കാൻ പറ്റാതെ. അപ്പൊ ഇങ്ങനെ സബ്ജക്റ്റ് മാറ്റി പറയാം, വെർബ് മാറ്റി പറയാം, ഒബ്ജക്റ്റ് മാറ്റി പറയാം. ചുരുക്കി പറഞ്ഞാല് 9 തരത്തിൽ എന്താണ് ഈ ഉത്തരം പറയാൻ പറ്റും. മനസ്സിലായി? ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതിന്റെ പ്രാക്ടീസ്, ഇംഗ്ലീഷ് ക്ലാസ്സില് സെൽഫ് പ്രാക്ടീസ് ആണ്. മാഷ് കാണിച്ചു തരുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എല്ലാം നമ്മൾ തന്നെ പറയാം. നമുക്ക് ആരെയും കിട്ടുകളില്ല ഇംഗ്ലീഷ് പറയാൻ കൂട്ടുകാരായിട്ട്. അപ്പൊ ചോദ്യങ്ങൾ നമ്മൾ തന്നെ ചോദിക്കുക, ഉത്തരങ്ങൾ നമ്മൾ തന്നെ പറയാന്നുള്ളത്. അപ്പൊ നമുക്ക് പ്രാക്ടീസ് ആരംഭിച്ചാലോ? നോക്കാം. എന്താണ് നോക്കുക. അപ്പൊ ഇംഗ്ലീഷ് മാഷോടെയും മലയാളം വായിച്ചിട്ടുള്ളതൊക്കെ മലയാളം ഉണ്ടെന്ന് അറിയാലോ കേട്ടോ. വാർത്ത തുടങ്ങാൻ പോകണ്ട. എല്ലാവരും വളരെ ആത്മാർത്ഥം നിങ്ങൾ നിങ്ങളുടെ വീടുകളായിട്ട് ഇരിക്കണല്ലേ. നമ്മുടെ വിദേശ രാജ്യത്തും കാനഡയിലും അതുപോലെ തന്നെ എന്താണ് UK ഒക്കെ നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. റീസ് മാഷയെ കുറിച്ച് അറിയുന്ന ഈ നാട്ടിൽ നിന്നാണ് പഠിക്കാൻ പോയ പിള്ളേര് പലരും എന്താണ് നമ്മുടെ ഈ ക്ലാസ് സ്ഥിരം കാണുന്നുണ്ടെന്ന് അവർ ലീനൊക്കെ മാഷോട് പറയുണ്ടായിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. എല്ലാരും എന്താണ് അവരുടെ നാട്ടിലിരുന്ന് അവരുടെ വീട്ടിലിരുന്ന് എന്ത് ചെയ്യണം? മാഷോടൊപ്പം എന്ത് ചെയ്യണം? പറയണം. ഇനി നമ്മുടെ പഴയ പ്രാക്ടീസ് ആരംഭിക്കാൻ പോവാണ്. നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ നാവിലൂടെ എന്ത് ചെയ്യണം? അനർഗളം എന്താണ് വരുത്തുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പറയാം അല്ലെ. അപ്പൊ നിങ്ങള് ഇത് ബൈഹാർട്ട് പഠിക്കണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു പ്രത്യേക ടെക്നിക്ക് അനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ബോർഡിലേക്ക് നോക്കട്ടെ. കാര്യം മാഷിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളെല്ലാം മാഷ മുഖത്തേക്കാണ് നോക്കേണ്ടത്. മാഷ് പറയുന്നത് കേട്ട് എന്ത് ചെയ്യണം? അതാത് വീടുകളിലിരുന്ന് നിങ്ങളുടെ ജോലി സ്ഥലത്തിരുന്ന് നിങ്ങൾ പ്രാക്ടീസ് ഒപ്പം പറഞ്ഞിട്ട് എല്ലാരും ഒപ്പം പറഞ്ഞിട്ട്. അപ്പൊ ഫസ്റ്റ് എന്താ പറയാ? ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയും. ഇംഗ്ലീഷ് ബാബു ക്യാൻ സ്റ്റഡി ഹിന്ദി. എല്ലാരും പറഞ്ഞില്ലേ? അതിനെ ഒന്നുകൂടി ആദ്യം പറയാം. ആദ്യം പറയാൻ പോണ്. ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയും. ഇംഗ്ലീഷ്
ബാബു ക്യാൻ സ്റ്റഡി ഹിന്ദി. ഇനി ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ല. അപ്പൊ ഇനി പറയാ ബാബു cannot study ഹിന്ദി. അടുത്ത് ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയുമോ? ക്യാൻ ബാബു സ്റ്റഡി ഹിന്ദി. അടുത്ത് ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ വരും cannot ബാബു സ്റ്റഡി ഹിന്ദി. ഉത്തരം പറഞ്ഞേ യെസ്. യെസ് ബാബു ക്യാൻ. യെസ് ബാബു ക്യാൻ സ്റ്റഡി. പറയ് യെസ് ബാബു ക്യാൻ സ്റ്റഡി ഹിന്ദി. ഇനി നെഗറ്റീവ് നോ. അടുത്ത് നോ ബാബു cannot. അടുത്ത് നോ ബാബു cannot study. അടുത്ത് നോ ബാബു cannot study ഹിന്ദി. ലാസ്റ്റ് നോ ബാബു ക്യാൻ സ്റ്റഡി മലയാളം. എന്താ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും പറയാം, താല്പര്യ സ്പീഡിൽ പറയാവുന്നതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിൽ ആദ്യം പോസിറ്റീവ് വാചകം, പിന്നെ നെഗറ്റീവ് പറയണം, പിന്നെ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ പറയണം, പിന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ പറയണം, പിന്നെ അന്നറുകളുമായി മുറിച്ച് എന്താണ് 9 ഉത്തരം എന്താണ് പറയാൻ വേണ്ടി നമ്മൾ നാം ഇങ്ങനെ എന്താണ് ഫ്രീ ആക്കി ഇവിടെ നടത്തുന്നത്. അപ്പൊ പറയാം ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയും. ബാബു ക്യാൻ സ്റ്റഡി ഹിന്ദി. ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ല. ബാബു cannot study ഹിന്ദി. ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയുമോ? ക്യാൻ ബാബു സ്റ്റഡി ഹിന്ദി. ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ലേ? cannot ബാബു സ്റ്റഡി ഹിന്ദി. യെസ്. Yes, Babu can. Yes, Babu can study. Yes, Babu can study Hindi. No, no, Babu cannot. No, Babu cannot study. No, Babu cannot study Hindi. No, Babu can study Tamil. ഒന്നുകൂടിയും ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് മാഷ് അവസാനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ പോലെ നീണ്ടുപോകണ്ടെന്ന് ചോദിച്ചിട്ടാണ്. അപ്പൊ മാഷ് ഇനി സബ്ജക്ട് ഐയും യുവും പ്ലൂറലും പറഞ്ഞിട്ടില്ല. അത് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ എന്താണ് നമുക്ക് സ്പീഡിൽ പറയാം കേട്ടോ. അപ്പൊ എല്ലാരും ഒപ്പം പറയണം. ഇതോടെ എന്താണ് ക്യാനിന്റെ സകല എന്താണ് വാചകങ്ങൾ പറയാൻ നമുക്ക് പറ്റും. സബ്ജക്ട് മാറ്റിയാൽ മതി, വെർബ് മാറ്റിയാൽ മതി. എല്ലാ വെർബിനെയും V1 വെച്ചുകൊണ്ടിരിക്കുക, പിന്നെ ഒബ്ജക്റ്റ് മാറ്റാം കേട്ടോ. അപ്പൊ നമുക്ക് പറയാം എല്ലാരും നല്ല സ്പീഡിൽ പറയാം കേട്ടോ. തുടങ്ങും. എന്താണ് ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയും. ബാബു ക്യാൻ സ്റ്റഡി ഹിന്ദി. ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ല. ബാബു cannot study ഹിന്ദി. ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയുമോ? ക്യാൻ ബാബു സ്റ്റഡി ഹിന്ദി. ബാബുവിന് ഹിന്ദി പഠിക്കാൻ കഴിയില്ലേ? cannot ബാബു സ്റ്റഡി ഹിന്ദി. ഉത്തരം യെസ്. യെസ് ബാബു ക്യാൻ. യെസ് ബാബു ക്യാൻ സ്റ്റഡി. യെസ് ബാബു ക്യാൻ സ്റ്റഡി ഹിന്ദി. നോ. നോ ബാബു cannot. No, Babu cannot study. No, Babu cannot study Hindi. No, Babu can study physics. No, Saju can study Hindi. No, Babu can read Hindi. എന്ത് വേണമെങ്കിലും പറ്റി പറയാം. അപ്പോൾ ഇനി ഇതേപോലെ ഇഷ്ടമുള്ള വാചകങ്ങൾ എടുത്ത് ഈ ബാബുവിന് പകരം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ആവിൽ വരുന്ന ഏതെങ്കിലും ആളുകളുടെ ഏകവചനങ്ങള് പറയുന്നു, ക്യാൻ എന്ന് പറയുന്നു. അപ്പൊ അതിന് സബ്ജക്ട് പറയാ, പിന്നെ ക്യാൻ പറയാ, പിന്നെ എന്താണ് ഈ സ്റ്റഡി എന്നുള്ളതിന് പകരം നിങ്ങളുടെ നാവിൽ വരുന്ന ഏത് ക്രിയയാണോ അതിന്റെ നമ്പർ 1 പറയാ. അതിനനുസരിച്ച് എന്താണ് ഒബ്ജക്റ്റ് പറയാ. പ്രിയ സുഹൃത്തുക്കളെ, ക്യാൻ എന്ന് പറയുന്ന മഹാമാന്ത്രികൻ എന്താണ് കൈപ്പിടിയിൽ എന്താണ് ഒതുക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച്.